നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾ തന്നെയായിരിക്കണം. അതെ, ഈ ഒരു അസുഖം മനസ്സിലാക്കുന്ന, അസുഖത്തെക്കുറിച്ച് അറിയുന്ന ആള് ആവുക എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിടങ്ങ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഫൗസിയാനെ കാണാനാണ്. ഫൗസിയക്ക് പറ്റിയ നല്ലൊരു വര നമുക്ക് കണ്ടെത്തണം. ഫൗസിയ വീൽ ചെയറിലാണ്, അരക്ക് താഴോട്ട് അങ്ങനെ ചലനശേഷിയില്ല. അപ്പോൾ മസ്കുലർ ഡിസ്ട്രോഫിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. നിങ്ങളെല്ലാവരും കൂടെ. ഫൗസിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഭിന്നശേഷി മേഖലയിൽ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ അത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു മോളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അവളെ പരിചയപ്പെടാം. നവ കാണുന്നതാണ് ഫൗസിയാൻ്റെ വീട്. ഇത് ഫൗസിയാൻ്റെ ഒറ്റക്കുള്ള വീട് തന്നെയാണ് കേട്ടോ. ഫൗസിയക്കായിട്ട് എടുത്ത വീടാണ്. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ഫൗസിയക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇതാ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തത് കേട്ടോ. ഫൗസിയ, എന്തൊക്കെ വിശേഷം? സുഖാണ്, അൽഹംദുലില്ലാഹ്. ഫൗസിയാൻ്റെ ബ്രദറാണ്. എന്തൊക്കെ വിശേഷം? ഫൗസിയാൻ്റെ ബ്രദറിൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞാണ്. തൊട്ടടുത്ത് തന്നെയാണ് വീട് കേട്ടോ. അപ്പോൾ ഇവര് ഫാമിലിയിൽ 3 ആളാണ് വീൽ ചെയറിലുള്ളത് അല്ലേ? ഉപ്പയാണ്. ഉപ്പ, എന്തൊക്കെ വിശേഷം? ഫൗസിയാനെ നിങ്ങളിൽ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഫൗസിയക്ക് ചെറിയ ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ. പിന്നെ ഇപ്പൊ അടുത്ത് സാമൂഹ്യ നീതി വകുപ്പിന്റെ അവാർഡൊക്കെ കിട്ടിയതാണ്. 2025 അവാർഡാണ് കിട്ടിയത്. 2025 അവാർഡ് ഒക്കെ കിട്ടിയതാണ്. അപ്പോൾ പിന്നെ KWRFന്റെ ഒക്കെ ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ മേഖലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വർക്ക് ചെയ്യാണ് അല്ലേ? എബിലിറ്റി ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യണം. പുളിക്കൽ എബിലിറ്റി ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫൗസിയക്ക് എത്ര വയസ്സായി? 38 വയസ്സായി. 38 അല്ലേ? നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഫൗസിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെ വീട്ടുകാരെല്ലാവരും പറയുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇത് നിൽക്കാനൊക്കെ. ഫൗസിയ പിന്നെ കുറച്ചുകൂടി ആവട്ടെ എന്നൊക്കെ രീതിയിൽ അങ്ങനെ വെയിറ്റ് ചെയ്താണ്. അപ്പോൾ ഇപ്പോൾ സ്വന്തം വീട് കാര്യങ്ങളൊക്കെ ആയില്ലേ? ഇവിടെ എല്ലാ കാര്യവും ഫൗസിയാൻ്റെ രീതിക്ക് സെറ്റ് ചെയ്തതാണ് അല്ലേ? അതെ. കിച്ചൺ ആയാലും ഒക്കെ അല്ലേ? എല്ലാം അതുപോലെ സെറ്റ് ചെയ്തതാണ് ഫൗസിയാൻ്റെ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണോ വേണ്ടേ? എങ്ങനെയാ വേണ്ടത് അല്ലേ? ദൂരം പ്രശ്നമുണ്ടോ? ദൂരം അല്ലാതെ തെക്ക് ഭാഗത്തൊന്നും ആവാതെ മലബാർ ഏരിയ ഒക്കെയാണ്. മലബാർ ഏരിയ തന്നെയാണ് നോക്കുന്നത് അല്ലേ? ആണെങ്കിൽ നന്നാവും. പിന്നെ വന്ന് നിൽക്കുക എന്നുള്ളത് കൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് വലിയ വിഷയമില്ല. എങ്കിലും പിന്നെ വന്ന് വെറുതെ അങ്ങനെ പോകുന്ന അങ്ങനെ ഒരു പിന്നീടൊരു വിഷയം ഉണ്ടാവുന്ന ഒരാളായിരിക്കരുത്. നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾ തന്നെയായിരിക്കണം. അതെ, ഈ ഒരു അസുഖം മനസ്സിലാക്കുന്ന, അസുഖത്തെക്കുറിച്ച് അറിയുന്ന ആള് ആവുക എന്നുള്ളതാണ്. അതെ. ഇത് ശരിക്കും ഈ ജന്മന വന്നതല്ല, പിന്നീട് വന്നതാണ്. മസ്കുലർ ഡിസ്ട്രോഫി ആണ് അല്ലേ? അപ്പോൾ അതിങ്ങനെ അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയും. അത് 9 വയസ്സിലൊക്കെയാണ് കണ്ടു തുടങ്ങിയത്. 5 വയസ്സിൽ വന്നിട്ടുണ്ടാവും എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. 9 വയസ്സിലാണ് നമുക്കിങ്ങനെ കാണുന്നത് തന്നെ. അങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ വീണ് പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ +2 വരെയൊക്കെ സ്കൂളിലൊക്കെ നടന്നിട്ട് തന്നെ പോയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു 10 വർഷമായി ഫുള്ളി വീൽ ചെയറിലായിട്ട്. ഫിസിയോതെറാപ്പി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ചെയ്യണില്ല. കൈക്കൊക്കെ മസിൽസിലൊക്കെ ഇതായതുകൊണ്ട് പൊക്കാനോ വെള്ളം എടുത്ത് കുടിക്കാനോ മസിലിനെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതില്ല. മസിലിന് ഒരു ബലക്കുറവ് വരുന്നതാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. ഇപ്പോൾ ഫൗസിയക്ക് ഇത് ഒരു മസിലിന്റെ ഒരു ബലക്കുറവായിട്ടാണ് ഉള്ളത് അല്ലേ? നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ നോക്കാം ഫൗസിയ? 45 വരെയൊക്കെ. ഒരു 45 ആ ഒരു ഏജ് ഒക്കെ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചൊരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ തന്നെ ആയിരിക്കണം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് സ്നേഹിക്കുന്ന ആൾ തന്നെ ആയിരിക്കണം. പിന്നെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൗസിയാനെ ഇപ്പോൾ ചില കേസിൽ എടുത്തു വെക്കേണ്ട വരും അല്ലേ? അതെ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളും ആവണം അല്ലേ? ചിലപ്പോൾ ചില സമയത്ത് കട്ടിൽമൊക്കെ തന്നെ എടുത്ത് വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. അതെ. നമുക്ക് വാക്കർ ഉപയോഗിച്ചൊന്നും പോസിബിൾ അല്ല. നിർത്തിയാൽ പോലും നിൽക്കാൻ കഴിയൂല. അതെ, വീൽ ചെയറിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ എടുത്ത് വെക്കാൻ അതിനൊക്കെ ഒരു മനസ്സുള്ളതും അതിന് പറ്റുന്ന ഒരാളൊക്കെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ
അങ്ങനെയുള്ള ഒരാൾ ഒരു 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും ഫൗസിയൊക്കെ പറയാനുണ്ടോ? ദീനിയായി കുറച്ച് അതെ, ഇവരെ ഫാമിലി പിന്നെ മൂല്യന്മാരാണ്. അപ്പോൾ അങ്ങനെപരമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ നമുക്ക് ഉസ്താദാവണമെന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ദീനി ചുറ്റുകളൊക്കെ ഉള്ള ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആള് തന്നെ ആവണം വരുന്നത് അല്ലേ? അതെ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 9 മക്കളാണ്. 9 മക്കൾ അല്ലേ? അതിൽ 3 ആൾക്കാണ് ഈ മസ്കുലർ ഡിസ്ട്രോഫിൻ്റെ ബുദ്ധിമുട്ടുള്ളത്. അവരെല്ലാം വിവാഹമൊക്കെ കഴിഞ്ഞതാണ്. എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞാണ് അല്ലേ? ഫൗസിയാൻ്റെ തന്നെയാണ്. എല്ലാവരും ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് അല്ലേ? നിങ്ങളമാരും ഒക്കെ അടുത്തടുത്തൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ നല്ലപോലെ ഇത് കൂട്ടർ അന്വേഷിച്ച് തന്നെ പലരും വിളിക്കും, നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ. ആണുങ്ങളെ കൊണ്ട് തന്നെ ഫോൺ ഡീലിപ്പിക്കുക, നല്ലോണം അന്വേഷിച്ച് ചെയ്യാം. അതെ, നമ്മൾ ഇപ്പോൾ എല്ലാത്തിനും പറയുന്നത് പോലെ തന്നെ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. ഫൗസിയ പഠിച്ചത് എത്ര വരെയോ? +2 വരെയാണ് പഠിച്ചത്. ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? PSC എഴുതിയിരുന്നോ? ഞാൻ PSC എഴുതുന്നുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത 1-ാം തീയതി ഒരു PSC വരാനുണ്ട്. ഗവൺമെന്റ് ജോബ് കിട്ടട്ടെ, അതാണ് ആഗ്രഹം. കിട്ടട്ടെ. വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എത്ര മക്കളാ? 2 മക്കള്. വിവാഹം കഴിഞ്ഞിട്ട് കുറയായോ? 2010 വിവാഹം കഴിഞ്ഞു. നിങ്ങളുടെ വീട് മോള് തന്നെയാണല്ലേ? ഇപ്പോ ഒരു മോള് 10ാം ക്ലാസ്സിലാണ് പഠിക്കണത്. 6ാം ക്ലാസ്സിലാണ്. സാമൂഹ്യ വകുപ്പിന്റെ മികച്ച ജീവനക്കാരി സ്വകാര്യ മേഖല നല്ലൊരു കാര്യമാകട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഫൗസിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫൗസിയാൻ്റെ സൗന്ദര്യങ്ങളിൽ വരുന്ന ഒരാളെല്ലാം നമുക്ക് വേണ്ടത്. ഫൗസിയൊക്കെ പിന്നെ കാലിന് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ട്, മൂവിങ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ മസിലിന് ബലക്കുറവാണ്. എഴുന്നേറ്റ് നിർത്തിച്ചാൽ പോലും നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ചില സമയത്ത് ബെഡിലെടുത്ത് കിടത്തേണ്ടി വരും. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വീൽ ചെയറിലെടുത്ത് വണ്ടിയിലേക്ക് വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊക്കെ മനസ്സുള്ള ആൾ തന്നെ ആയിരിക്കണം വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കാനുള്ള കാര്യം കൊണ്ട് ജോലിയും കാര്യമൊന്നും ഇല്ലാത്ത വരുന്ന ആളെ നമ്മൾ നോക്കേണ്ട ഒരു അവസ്ഥയുള്ള ആളുകൾ നേരിൽ വരരുത്. അല്ലെങ്കിൽ ഭാര്യമാരുള്ള ആൾക്കാർ ഒളിച്ചു വന്നിട്ട് നിൽക്കുക, അങ്ങനെയുള്ളവരൊന്നും വരരുത്. അപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞാൽ അത്രയും സ്വപ്നത്തോടു കൂടിയാണ് ഇവരൊക്കെ നമ്മൾ വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് ഇവർക്കൊരു തലവേദന പിന്നീട് ആവരുത് എന്നുള്ളത് അത്രയും നിർബന്ധമുള്ളതുകൊണ്ടാണ്. അത്രയും ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾക്കതിന് മനസ്സിൻ്റെ മാത്രം വന്നാൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വീഡിയോ ചെയ്യുന്നത് എവിടെയെങ്കിലും ഫൗസിയ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവും. ആ ഒരാളെ കണ്ടെത്താനുള്ളൊരു വഴി എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഏത് ജില്ലയിൽ എവിടെയാണെങ്കിലും ഒരു സ്നേഹനിധിയായിട്ടുള്ള ഒരാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി. എങ്കിലും തൊട്ടടുത്തുള്ളതാണ് വലിയ സന്തോഷമാണ്. നമുക്ക് അന്വേഷിക്കാനും കാര്യത്തിനൊക്കെ കുറച്ച് സുഖമായിരിക്കുമല്ലോ. പിന്നെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടുണ്ട്. ഞങ്ങളമാർ എല്ലാവരും കട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താവശ്യത്തിന് ഓടി വരാനും എല്ലാവരും ഉണ്ട്. തൊട്ടടുത്തടുത്ത് കുടുംബക്കാരെ വീടുകളൊക്കെ ഈ വീടായാലും പറഞ്ഞല്ലോ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ മനസ്സുള്ള ആളുകൾ വരിക. വെറുതെ ഒരു രീതിയിൽ കുറച്ച് നിൽക്കാനും അങ്ങനെ നിങ്ങൾ വരരുത്. ഒരു വിവാഹം ചെയ്യുമ്പോൾ അത് ഒരുപാട് വർഷം നിലനിൽക്കുന്ന ഒരു വിവാഹ ജീവിതമായിരിക്കണം. മരണം വരെ നിലനിൽക്കുന്ന വിവാഹ ജീവിതമായിരിക്കണം. കല്യാണം കഴിയാൻ വേഗം കഴിയും, പക്ഷെ നിലനിൽക്കാനാണ് പാട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റുമെന്ന് 100% നിങ്ങളത് അന്വേഷിച്ച് ഞാൻ വേണമെങ്കിൽ പിന്നെ ഒരു ഏത് രീതിയിലും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം വന്നാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വരിക, മാക്സിമം ഷെയർ ചെയ്യുക, എത്രയും പെട്ടെന്ന്